ഹായ് എവരി വൺ. ഇനി നമ്മൾ ആൽഗയുടെ സെക്കൻഡ് പാർട്ട്, അതായത് മോർഫോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടായ ക്ലാസിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നമ്മൾ അവരുടെ ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ക്ലാസ്സസിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്. ആൻഡ് ഇവിടെ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ആൽഗയുടെ താലസ് സ്ട്രക്ചറും അവരുടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻസിനെയും കുറിച്ചാണ്. ഫസ്റ്റ് നമുക്ക് താലസ് സ്ട്രക്ചർ നോക്കാം. നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞതാണ്, ഇപ്പം ഒരു ആൽഗെ എന്ന് പറയുന്നത്, അവരുടെ ബോഡി എന്ന് പറയുന്നത് സിമ്പിൾ താലസ് ആണെന്ന് പറഞ്ഞു. അതായത് സിമ്പിൾ താലസ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ താലസ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ബോഡി ഓഫ് ആൽഗെ, ആൽഗയുടെ ആ ഒരു ബോഡീനെ, വെജിറ്റേറ്റീവ് സ്ട്രക്ചറിനെയാണ് നമ്മൾ താലസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സൈസ് റേഞ്ചസ് ഫ്രം 1 മൈക്രോൺ ടു സെവറൽ മീറ്റേഴ്സ്. അതായത് നമ്മുടെ നെക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറുത് മുതൽ വളരെ വലുത്, അതായത് ലാർജസ്റ്റ് ആൽഗയായ സീ വീഡ് അല്ലെങ്കിൽ സീ കെൽപ്പ് എന്നൊക്കെ പറയും, അവിടെ വരെ റേഞ്ച് ചെയ്യുന്നതാണ്. അതായത് 1 മൈക്രോൺ ടു സെവറൽ മീറ്റേഴ്സ്. ആൻഡ് ദിസ് ആൽഗെ എക്സിബിറ്റ്സ് എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ദ താലസ്. ഈ താലസ് ഓർഗനൈസേഷനിൽ ആൽഗെ ഒരു ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദ താലസ് സ്ട്രക്ചർ ദർ ആർ 2 മേജർ ഗ്രൂപ്പ്സ് ഓഫ് ആൽഗെ, അതായത് യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ. ഇവരുടെ താലസ് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് 2 മേജർ ഗ്രൂപ്പ്സ് ഓഫ് ആൽഗെ ആണ് ഉള്ളത്. അതാണ് യൂണിസെല്ലുലാർ ആൽഗേസ് ആൻഡ് മൾട്ടിസെല്ലാർ ആൽഗെ. അവരുടെ പേര് നെയിംസ് ഇൻഡിക്കേറ്റ് ചെയ്ത പോലെ തന്നെ യൂണിസെല്ലാർ എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് സിംഗിൾ സെൽ ആൻഡ് മൾട്ടിസെല്ലാർ മോർ ദാൻ 2 സെൽസ് വരുന്നതാണ്. ഈ മൾട്ടി സെല്ലാറിൽ തന്നെ നമുക്ക് പല ഫോംസ് കാണാം. ആ സെൽസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് അവിടെ തന്നെ നമുക്ക് പല ഫോംസ് കാണാം. ഇനി നമുക്ക് ഈ യൂണിസെല്ലാറിനെ മൾട്ടി സെല്ലാറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. യൂണിസെല്ലാർ ആൽഗെ ആർ ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ആൽഗെ വിത്ത് സിംഗിൾ സെൽഡ് ബോഡി. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലുള്ള ആൽഗയാണ് യൂണിസെല്ലാർ ആൽഗെ എന്ന് പറയുന്നത്. അത് ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. ആൻഡ് ഈ യൂണിസെല്ലാറിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് കാണാൻ സാധിക്കും, മോട്ടൈൽ ആൻഡ് നോൺ മോട്ടൈൽ. അതായത് ഫ്ലജല്ല ഉള്ളതിന് നമ്മൾ മോട്ടൈൽ എന്നും ഫ്ലജല്ല ഇല്ലാത്തതിന് നമ്മൾ നോൺ മോട്ടൈൽ എന്നും പറയുന്നു. മോട്ടൈൽ ആൻഡ് ഫ്ലജലേറ്റഡിൽ വരുന്നതാണ് ക്ലമീഡോമോണാസ്, ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. നോൺ മോട്ടൈലാണ് നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു എക്സാമ്പിളാണ് പിന്നിലേറിയ. ഈ യൂണിസെല്ലുലാർ ആൽഗയാണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസിലെ മേജർ പ്രൊഡ്യൂസേഴ്സ്. ദിസ് ആർ ദി മേജർ പ്രൊഡ്യൂസേഴ്സ് ഇൻ ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ കാണുന്ന പ്ലാങ്ക്ടൺ ആണ്. ഒരു പ്ലാന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം ആണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. അവരിൽ മേജർ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ യൂണിസെല്ലുലാർ ആൽഗെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൾട്ടി സെല്ലാർ ആൽഗെ എന്ന് വെച്ചാൽ മോർ ദാൻ 2 സെൽസ് വരുന്നതൊക്കെ മൾട്ടി സെല്ലാർ ആൽഗയിൽ വരുന്നതാണ്. 2 തൊട്ട് മോർ ദാൻ 2 സെൽസ് വരുന്നത്. ആൻഡ് ദേ ആർ ഫോംഡ് ബൈ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ. റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടന്നിട്ടാണ് ഈ മൾട്ടി സെല്ലാർ ആൽഗെ ഫോം ചെയ്യുന്നത്. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ഈ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ ബേസ് ചെയ്ത് സെൽസ് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ ബേസ് ചെയ്ത് നമുക്ക് പല ടൈപ്സ് ഓഫ് മൾട്ടി സെല്ലാർ ആൽഗെ തന്നെ ഉണ്ട്, പല ഫോംസ്. അതിൽ ഫസ്റ്റ് ഫോമാണ് കൊളോണിയൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഹിയർ സെൽസ് അഗ്രഗേറ്റ് ആസ് എ കോളനി കണക്റ്റഡ് വിത്ത് പ്രോട്ടോപ്ലാസ്മിക് കണക്ഷൻ. അതായത് സെൽസ് എല്ലാം കൂടി അഗ്രഗേറ്റ് ചെയ്ത് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തൊരു കോളനി പോലെ ആയിരിക്കുന്നു. എന്നിട്ട് ആ സെൽസിൻ്റെ ആ കോളനിയിലുള്ള സെൽസ് തമ്മിൽ ഒരു പ്രോട്ടോപ്ലാസ്മിക് കണക്ഷൻ ഉണ്ട്, ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട് അവർ തമ്മിൽ. അങ്ങനെയാണ് കൊളോണിയൽ ഫോം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് വോൾവോക്സ്, ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഈ വോൾവോക്സ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ കോളനിയാണ്, റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള കോളനിയാണ്. ഇതിൽ തന്നെ സെൽസിൽ നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ കാണാം. അതായത് ഓരോ ഗ്രൂപ്പ് ഓഫ് സെൽസിനും അല്ലെങ്കിൽ ഓരോ സെൽസിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് പറയുന്നത്, നമുക്ക് ഈ കൊളോണിയൽ ഫോമിൽ ക്ലിയർ ആയിട്ടൊരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്ന്. അതിൻ്റെ എക്സാമ്പിളാണ് വോൾവോക്സ്. വേറൊരു എക്സാമ്പിളാണ് ഹൈഡ്രോഡിക്റ്റിയൺ. അതിൻ്റെ പിക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വോൾവോക്സ് പോലത്തെ ഒരു കോളനി അല്ല, അതൊരു മെഷ് പോലെ ഒരു നെറ്റ് ലൈക്കായിട്ടാണ് കാണുന്നത്. നെറ്റ് ലൈക്കായിട്ട് ഫോം ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോൺ ഫ്ലജലേറ്റഡ് സെൽസ്, ഈ ഹൈഡ്രോഡിക്റ്റിയോണിൽ നോൺ ഫ്ലജലേറ്റഡ് സെൽസ് അഗ്രഗേറ്റ് ചെയ്തൊരു നെറ്റ് പോലെയാണ് ഈ ഹൈഡ്രോഡിക്റ്റിയോണിൽ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊളോണിയൽ ഫോമിൽ തന്നെ 2 ടൈപ്പിലുള്ളത് നമ്മൾ കണ്ടു. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാമലോയിഡ് ഫോമാണ്. ഈ പാമലോയിഡ് ഫോം എന്ന് പറയുന്നത് ഇവിടെ സെൽസ് ആർ കവേർഡ് ബൈ എ കോമൺ ജെലാറ്റിനസ് എൻവലപ്പ്. കുറേ സെൽസിനെ കവർ ചെയ്ത് ഒരു കോമൺ ആയിട്ട് ഒറ്റ ഒരു എൻവലപ്പാണുള്ളത്. അങ്ങനെ വരുന്നതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ടെട്രാസ്പോറ. അത് ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് സെൽസിന് കോമൺ ആയിട്ടുള്ള ഒറ്റ ഒരു കവറിങ് വരുന്നു. അതിനെയാണ് നമ്മൾ പാമലോയിഡ് ഫോം എന്ന് പറയുന്നത്. ഡെൻഡ്രോയിഡ് താലസിൽ വരുന്നത് നെക്സ്റ്റ് ഡെൻഡ്രോയിഡ് താലസ് ആണ്. അതിൽ നമുക്ക് ആൽഗെ ലൈക്ക്
Prasinocladus, Cytonema, etc. forms a false branched microscopic tree or dendroid structure with a covering of mucilage. നമ്മൾ ആ പിക്ചറിൽ നോക്കിയേ സൈറ്റോണിമ എന്ന് പറഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ബ്രാഞ്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. ബട്ട് ആക്ച്വലി അത് ബ്രാഞ്ചസ് അല്ല, ബ്രാഞ്ച് ലൈക്ക് ആയിട്ട് നമുക്ക് തോന്നും. ഫോൾസ് ബ്രാഞ്ചഡ് ആണ്, ഒരു മൈക്രോസ്കോപ്പിക് ട്രീ പോലെ തോന്നും, പക്ഷെ അത് ആക്ച്വൽ ആയിട്ട് അത് ബ്രാഞ്ചഡ് അല്ല, പക്ഷെ നമുക്ക് ബ്രാഞ്ചഡ് ആയിട്ട് തന്നെ തോന്നും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡെൻഡ്രോയിഡ് താലസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഫോംസിലും നമുക്ക് മ്യൂസിലേജ് കവറിങ് കാണാൻ സാധിക്കും. അതായത് ആൽഗെ ലൈക്ക് പ്രാസിനോക്ലാഡസ്, സൈറ്റോണിമയൊക്കെ ഒരു ഫോൾസ് ബ്രാഞ്ചിങ് കാണിക്കുന്നു, ബ്രാഞ്ച് ലൈക്ക് അപ്പിയറൻസ് കാണിക്കുന്നു, ബട്ട് ആക്ച്വലി അവർക്ക് അവിടെ ബ്രാഞ്ചസ് ഇല്ല. ആ എക്സാമ്പിൾ ആ പിക്ചറിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ബ്രാഞ്ചസ് പോലെ തോന്നുമെങ്കിലും അവിടെ ബ്രാഞ്ചഡ് അല്ലത്. അതാണ് ഡെൻഡ്രോയിഡ് താലസിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിലമെന്റസ് ഫോം ആണ്. ഫിലമെന്റസ് ഫോം ചെയ്തിരിക്കുന്നത്, അതുണ്ടായിരിക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് ഡിവിഷൻ കൊണ്ടാണ് ഈ ഫിലമെന്റസ് ഫോം ഉണ്ടാകുന്നത്. ആ സെൽസ് റിപ്പീറ്റഡ് ആയിട്ട് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ടാണ് ഫിലമെന്റസ് ഫോം ഉണ്ടാകുന്നത്. ഈ ഫിലമെന്റസ് ഫോമിൽ തന്നെ നമുക്ക് ബ്രാഞ്ചഡും അൺബ്രാഞ്ചഡും കാണാം. അതായത് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ അതിൽ അൺബ്രാഞ്ചഡ് വരുന്നതെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ ഈഡഗോണിയം ആൻഡ് യുലോട്രിക്സ്. യുലോട്രിക്സിന്റെ പടം താഴ്ത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈഡഗോണിയം നമ്മൾ ഓൾറെഡി റെക്കോർഡിലൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു സിംഗിൾ ഫിലമെന്റ് ആണ്. എന്നുവെച്ചാൽ കുറേ സെൽസ് ഇങ്ങനെ അടുക്കി ഒരു ഫിലമെന്റ് പോലെ, ഒരു വടി പോലെ, അതിന് ബ്രാഞ്ചസ് ഒന്നും ഇല്ല. അതാണ് ഈഡഗോണിയം എന്ന് പറയുന്നത്. അൺബ്രാഞ്ചഡ് വരുന്ന ഫിലമെന്റ്, അൺബ്രാഞ്ചഡ് ഫിലമെന്റസ് ഫോം എന്ന് പറയുന്നത്. ബ്രാഞ്ചഡ് ഫിലമെന്റസ് ഫോം ക്ലാഡോഫോറ, പിത്തോഫോറ പോലത്തെയാണ് അതിൻ്റെ എക്സാമ്പിൾ. നല്ല താഴെ കൊടുത്തിട്ടുണ്ട്. ഫിലമെന്റിൽ നിന്ന് ബ്രാഞ്ചസ് വരുന്നു. എങ്ങനെയാണ് ഈ ബ്രാഞ്ചസ് ഉണ്ടാകുന്നത്? ഈ ഫിലമെന്റിന്റെ ലാറ്ററൽ ഔട്ട് ഗ്രോത്ത് ആണ് ഈ ബ്രാഞ്ചസ് ആയിട്ട് മാറുന്നത്. ബ്രാഞ്ചഡ് ഫിലമെന്റസ് ടൈപ്പ് ആർ ഫോംഡ് ഡ്യൂ ടു ലാറ്ററൽ ഔട്ട് ഗ്രോത്ത് ഓഫ് ദ ഫിലമെന്റ്. ആ ഫിലമെന്റിന്റെ ലാറ്ററൽ ഔട്ട് ഗ്രോത്ത് മൂലമാണ് അവിടെ ബ്രാഞ്ചഡ് ഫിലമെന്റസ് ഫോം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ചഡ് ഫിലമെന്റസ് ഹെട്രോട്രിക്കസ് ഫോം. അതായത് ഹെട്രോട്രിക്കസ് ഫോം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രീ ലൈക്ക് ആയിട്ട് നമുക്ക് തോന്നും. അതിൻ്റെ എക്സാമ്പിൾ ഫ്രിഷല്ല, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ പിക്ചർ. ഒരു ചെറിയൊരു ട്രീ പോലെ നമുക്ക്, അതായത് ഒരു ഫിലമെന്റ് വന്നിട്ട് അതിന് ബ്രാഞ്ച് വരുന്നു. എഗെയിൻ ആ ബ്രാഞ്ചസ് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു. ബ്രാഞ്ചസിൽ നിന്ന് പിന്നെയും കുറച്ച് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ട്രീ പോലെയൊക്കെ നമുക്ക് തോന്നിക്കും. അതാണ് ബ്രാഞ്ചഡ് ഫിലമെന്റസ് ഹെട്രോട്രിക്കസ് ഫോം എന്ന് പറയുന്നത്. This branched filamentous type may have one or more central or axial filaments attached to the branch forming pseudo parenchymatous thallus. അതായത് ഈ ബ്രാഞ്ചഡ് ഫിലമെന്റിൽ ഒന്നോ അതിലധികമോ സെൻട്രൽ ഫിലമെന്റ്സ് അല്ലെങ്കിൽ ആക്സിയൽ ഫിലമെന്റ്സ് വേറെ ബ്രാഞ്ചസുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു സ്യൂഡോ പാരൻകൈമാറ്റസ് താലസ് പോലെ നമുക്ക് അങ്ങനെ ഫോം ചെയ്യും, നമുക്ക് അങ്ങനെ തോന്നിക്കും. അതായത് ഈ സെൻട്രൽ ഫിലമെന്റ് വേറെ ബ്രാഞ്ചസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു സ്യൂഡോ പാരൻകൈമാറ്റസ് താലസ് പോലെ തോന്നിക്കും. പാരൻകൈമാറ്റസ് താലസ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്, അപ്പോൾ മനസ്സിലാവും. ആൻഡ് സിംഗിൾ ഫിലമെന്റ് ആയിട്ട് വരുന്ന, ഒറ്റ ഫിലമെന്റ് വരുന്നതിന് നമ്മൾ യൂണി ആക്സിയൽ എന്നും മോർ ദാൻ വൺ ഫിലമെന്റ് വരുന്നതിന് നമ്മൾ മൾട്ടി ആക്സിയൽ എന്നും പറഞ്ഞു. യൂണി ആക്സിയലിൻ്റെ എക്സാമ്പിൾ ആണ് ബെട്രാക്കോസ്പെർമം. അത് നമുക്ക് താഴത്ത് കാണിച്ചിട്ടുണ്ട് ആ പിക്ചർ. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സിംഗിൾ ഫിലമെന്റ് ആണ് അവിടെ ഉള്ളത്, ബാക്കിയുള്ള എല്ലാം ബ്രാഞ്ചസ് ആണ്. ആൻഡ് മോർ ദാൻ വൺ ഫിലമെന്റ്, ഒന്നിലധികം ഫിലമെന്റ് വരുന്നതിന് നമ്മൾ മൾട്ടി ആക്സിയൽ, അതാണ് പോളിസൈഫോണിയ, നെമാലിയൻ ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. നെമാലിയൻ്റെ പിക്ചറും താഴെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈഫണസ് ഫോം. ഇവിടെ ദേ ആർ ഫോംഡ് ബൈ റിപ്പീറ്റഡ് ന്യൂക്ലിയർ ഡിവിഷൻ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡിവിഷൻ്റെ ഫലമായിട്ടാണ് ഈ സൈഫണസ് ഫോം ഉണ്ടാകുന്നത്. ഈ സൈഫണസ് ഫോമിൽ തന്നെ സീനോസിറ്റിക് സൈഫണസ് താലസ് ഉണ്ട്. അതുണ്ടാകുന്നത് എങ്ങനെയാണ്? സെൽ ഡിവിഷൻ കൊണ്ട് തന്നെയാണ്. ബട്ട് അവിടെ ഒരു പ്രത്യേകത എന്താണ്, അവിടെ ക്രോസ് സെപ്റ്റേ ഫോം ചെയ്യുന്നില്ല. ക്രോസ് സെപ്റ്റേഴ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനുള്ള ആ ക്രോസ് സെപ്റ്റേ ഫോം ചെയ്യാണ്ട് ഉണ്ടാകുന്നതാണ് സീനോസിറ്റിക് സൈഫണസ് താലസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ സീനോസിറ്റിക് സൈഫണസ് താലസ് എന്ന് പറയുന്നത് നമ്മളിവിടെ പറഞ്ഞു, അവിടെ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്, ബട്ട് ദർ ഈസ് നോ ഫോർമേഷൻ ഓഫ് ക്രോസ് സെപ്റ്റേ. ക്രോസ് സെപ്റ്റേ അവിടെ ഫോം ചെയ്യുന്നില്ല. അതായത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു, ബട്ട് ഇവിടെ ഡിവിഷൻ നടന്ന് കുറേ ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട്. ബട്ട് ആ ന്യൂക്ലിയസുകളെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാനായിട്ട് അവിടെ ഒരു ക്രോസ് സെപ്റ്റേ ഫോം ചെയ്യുന്നില്ല. അതാണ് സീനോസിറ്റിക് സൈഫണസ് താലസ് എന്ന് പറയുന്നത്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഓച്ചെറിയ ബോട്രീഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടൈപ്പാണ് പാരൻകൈമാറ്റസ് ഫോം. ഇവിടെ പാരൻകൈമാറ്റസ് താലസ് ഈസ് ഫോംഡ് ബൈ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ ഇൻ ഡിഫറെൻറ്റ് പ്ലെയിൻ. അതായത് ഒരു സെല്ലിൽ ഡിഫറെൻറ്റ് പ്ലെയിൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ഡിവിഷൻ നടന്നുണ്ടാവുന്ന ഒരു ഫോമാണ് പാരൻകൈമാറ്റസ് താലസ്. എൻ്റെ എക്സാമ്പിളാണ് പോർഫൈറ, ലാമിനേറിയ, സർഗാസം ഒക്കെ. ഈ
സർഗാസവും പോറിഫെറയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സർഗാസം ഒക്കെ നമ്മൾ നമ്മുടെ റെക്കോർഡിലൊക്കെ വരച്ചിട്ടുള്ള പിക്ചറാണ്. നേരത്തെ വേറെ സ്ഥലത്ത് ക്ലാസിഫിക്കേഷനിലും ഞാൻ ഇത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ എൻ്റെ താലസ് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അവരുടെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ഇൻ ആൽഗെ. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ക്ലാസിഫിക്കേഷൻ നടത്താനായിട്ട് നമ്മൾ കുറച്ച് ഫീച്ചേഴ്സിൻ്റെ സഹായം തേടും. ആ ഫീച്ചേഴ്സിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫീച്ചറായിരുന്നു പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് പിഗ്മെൻറ്റ്സിനെ ബേസ് ചെയ്തെന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഓരോ ക്ലാസ്സിൽ വരുന്നവർക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിഗ്മെൻറ്റ്സ് ആണ് അവിടെ കണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇനി അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ആൽഗയിലുള്ള പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ആൽഗെ ആർ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ് വിത്ത് വേരിയസ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ്. അതായത് ആൽഗെ എന്ന് പറയുന്നത് ഒരു ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ് ആണ്. നമ്മൾ ഓൾറെഡി എന്താണ് ആൽഗെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മെൻഷൻ ചെയ്തിരുന്നു. ആൻഡ് വിത്ത് വേരിയസ് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്സ്, ഒരുപാട് പ്ലാസ്റ്റിഡ്സ് ഉള്ള ഒരു ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ് ആണ് ഈ ആൽഗെ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിഡ് എന്താണ്? പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ കാണുന്ന ഒരു സെൽ ഓർഗണലാണ്, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു സെൽ ഓർഗണലാണ് പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിഡിലാണ് നമ്മുടെ പിഗ്മെൻറ്റ്സും ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സെല്ലിന് ആവശ്യമായിട്ടുള്ള പിഗ്മെൻറ്റ്സും അവരുടെ കുറച്ച് ചില കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിഡിനകത്താണ്. അപ്പോൾ ആൽഗെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗെ ഈസ് എ ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ് വിത്ത് വേരിയസ് പ്ലാസ്റ്റിഡ്സ്. ആൻഡ് ഈച്ച് ക്ലാസ് ഓഫ് ആൽഗെ ഹാസ് സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് പിഗ്മെൻറ്റ്സ്. നമ്മളത് ക്ലാസിഫിക്കേഷനിൽ ഓരോ ക്ലാസ്സിലും കണ്ടതാണ്. ഓരോ ക്ലാസ്സിനും ഒരു സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് പിഗ്മെൻ്റ് ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ക്ലോറോഫൈസി എടുത്തു കഴിഞ്ഞാൽ ക്ലോറോഫിൽ എ, ബി, കാരോട്ടിനോയിഡ്, സാന്തോഫിൽ, ഇതൊക്കെ കൂടി ചേർന്ന ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് പിഗ്മെൻ്റ് ആണ് ഓരോ ക്ലാസ്സിനും, ഈച്ച് ക്ലാസ്സിനും ഉള്ളത്. ആൻഡ് പിഗ്മെൻറ്റ് മേ ബി പ്രസൻറ്റ് എയ്തർ ഓൺ മെംബ്രേനിയസ് ലാമെല്ലെ ഓർ ആസ് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് ആയിട്ട് കാണാം ഈ പിഗ്മെൻറ്റ്സ്, അല്ലെങ്കിൽ മെംബ്രേനിയസ് ലാമെല്ലയിലും ഈ പിഗ്മെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഡിഫറെൻറ്റ് പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ആൽഗെ ആർ. ആൽഗയിൽ പൊതുവെ ജനറലി സാധാരണ കണ്ടുവരുന്ന കുറച്ച് പിഗ്മെൻറ്റ്സ് ആണ് ക്ലോറോഫിൽസ്, സാന്തോഫിൽസ്, കരോട്ടീൻ ആൻഡ് ഫൈക്കോബിലിൻസ്. ഈ 4 ടൈപ്പാണ് കൂടുതലായിട്ടും നമ്മുടെ ആൽഗയിൽ കണ്ടുവരുന്നത്. നമുക്കിനി ഓരോ പിഗ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ക്ലോറോഫിൽസ് ആണ്. ക്ലോറോഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും ദർ ആർ 5 ടൈപ്സ്. 5 ടൈപ്പ് ക്ലോറോഫിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി ആൻഡ് ക്ലോറോഫിൽ ഇ. ഈ 5 ടൈപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ 5 ടൈപ്പും ഏതിലൊക്കെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. ക്ലോറോഫിൽ എ ഇൻ ഓൾ ഗ്രൂപ്പ് ഓഫ് ആൽഗെ. എല്ലാ ഗ്രൂപ്പിലും കാണും ഈ ക്ലോറോഫിൽ എ. അതാണ് ദ മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത്, ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ ബി ഓൺലി ഇൻ ക്ലോറോഫൈസിയെ ആൻഡ് യുഗ്ലീനോഫൈസിയെ. യുഗ്ലീനസ് വരുന്ന ആ ഫാമിലിയിലും ക്ലോറോഫൈസിയയിലുമാണ് ക്ലോറോഫിൽ ബി കാണുന്നത്. ആൻഡ് ക്ലോറോഫിൽ സി ഫൗണ്ട് ലാർജ്ലി ഇൻ മറൈൻ ആൽഗെ ഓഫ് ഫയോഫൈസിയെ, ബെസിലറോഫൈസിയെ ആൻഡ് ക്രൈസോഫൈസിയെ. ഈ ക്ലോറോഫിൽ സി എവിടെയാണ് കാണുന്നത്? മോസ്റ്റ്ലി ഇത് മറൈൻ ആൽഗേസിലാണ് കാണുന്നത്. അതായത് ഫയോഫൈസിയെ, ബെസിലറോഫൈസിയെ ആൻഡ് ക്രൈസോഫൈസിയെ, ഈ 3 ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ട് ക്ലോറോഫിൽ സി കാണുന്നത്. ക്ലോറോഫിൽ ഡി ഇൻ റോഡോഫൈസിയെ. ക്ലോറോഫിൽ ഡി എവിടെയാണ്? റോഡോഫൈസിയയിലാണ് കാണുന്നത്. ആൻഡ് ക്ലോറോഫിൽ ഇ ഇൻ സാന്തോഫൈസിയെ. ക്ലോറോഫിൽ ഇ സാന്തോഫൈസിയെ ക്ലാസ്സിലാണ് ക്ലോറോഫിൽ ഇ കാണുന്നത്. നെക്സ്റ്റ് സാന്തോഫിൽസ്. ദർ ആർ മോർ ദാൻ 20 ടൈപ്സ്. അതായത് അവിടെ നമുക്ക് 20 ടൈപ്പിൽ കൂടുതൽ സാന്തോഫിൽസ് നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമുക്കിവിടെ ല്യൂട്ടിൻ, വയോളോസാന്തിൻ ആൻഡ് ന്യൂസിസാന്തിൻ, ഈ 3 ടൈപ്പ് എവിടെയാണ് കാണുന്നത്? ഇൻ ക്ലോറോഫൈസിയെ ആൻഡ് ഫയോഫൈസിയെ. ഈ 2 ക്ലാസ്സിലുമാണ് ഈ 3 ടൈപ്പും കാണുന്നത്. അതായത് ല്യൂട്ടിൻ, വയോളോസാന്തിൻ ആൻഡ് ന്യൂസിസാന്തിൻ കാണുന്നത് എവിടെയാണ്? ക്ലോറോഫൈസിയ ആൻഡ് ഫയോഫൈസിയയിൽ. ആൻഡ് ഫ്യൂക്കോസാന്തിൻ ഈസ് ദി മെയിൻ പിഗ്മെന്റ് ഇൻ ഫയോഫൈസിയ ആൻഡ് ഡയാറ്റംസ്. ഡയാറ്റംസിലും ഫയോഫൈസിയിലും കാണുന്ന മേജർ പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ. അപ്പം ഇത്രയാണ് നമ്മൾ സാന്തോഫിൽസിലുള്ളത്. അതായത് ല്യൂട്ടിൻ, വയോളോസാന്തിൻ ആൻഡ് ന്യൂസിസാന്തിൻ ഇൻ ക്ലോറോഫൈസിയെ ആൻഡ് ഫയോഫൈസിയെ. ഫ്യൂക്കോസാന്തിൻ ഈസ് ദ മേജർ പിഗ്മെന്റ് ഇൻ ഫയോഫൈസിയ ആൻഡ് ഡയാറ്റംസ്. നെക്സ്റ്റ് ഫൈക്കോബിലിൻസ്. ഫൈക്കോബിലിൻ എന്ന് പറഞ്ഞാൽ വാട്ടർ സോളുബിൾ പ്രോട്ടീൻ കോംപ്ലക്സ്. ഫൈക്കോബിലിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. വാട്ടർ സോളുബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് ഫൈക്കോബിലിൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. റെഡ് ലൈറ്റ് ഹാർവസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള റെഡ് ലൈറ്റ് ഹാർവസ്റ്റിംഗ് ആയിട്ടുള്ളതും ബ്ലൂ ലൈറ്റ് ഹാർവസ്റ്റിംഗ് ആയിട്ടുള്ളതും. റെഡ് ലൈറ്റ് ഹാർവസ്റ്റിംഗ് ആയിട്ടുള്ളത് റോഡോഫൈസിയാണ്. റോഡോഫൈസിയയിലാണ് കാണുന്നത്. ആ പിഗ്മെന്റിന്റെ പേരാണ് ഫൈക്കോ എറിത്രിൻ. ഈ റോഡോഫൈസിയയിൽ കാണുന്ന ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ്.
ക്ലോറോഫില്ലിൻ്റെ കൂടെ ചേർന്ന് റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്, അതിനാവശ്യമായിട്ടുള്ള റെഡ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. സയാനോഫൈസി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഫൈക്കോസയാൻ എന്ന് പറഞ്ഞൊരു പിഗ്മെൻ്റ് ഉണ്ട്. അതാണ് ക്ലോറോഫില്ലിൻ്റെ കൂടെ നിന്ന് ബ്ലൂ ലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഫൈക്കോബിലിൻ്റെ കാര്യം ഓർക്കാൻ നേരത്തെ അതിൽ റെഡ് ഉണ്ട്, അത് റെഡ് ആൽഗേസിലാണ് വരുന്നത്. റെഡ് ആൽഗേസിലാണ് വരുന്നത്. ഫൈക്കോ എറിത്രിൻ ആണ്. റെഡ് ആൽഗെ റോഡോഫൈസിയുടെ പിഗ്മെന്റ് ഫൈക്കോ എറിത്രിൻ ആണ്. ബ്ലൂ ലൈറ്റിന്റെ കാര്യം ഓർക്കാൻ നേരത്തെ അത് ബ്ലൂ ഗ്രീൻ ആൽഗെ എവിടെയാണ് വരുന്നത്? സൈനോഫൈസിയയിലാണ് വരുന്നത്. അപ്പോൾ സൈനോഫൈസിയുടെ ഫൈക്കോ സയാനിൻ അത് ബ്ലൂ ലൈറ്റിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നു. ഇത് രണ്ടും എന്താണ്? ക്ലോറോഫിലിന്റെ സഹായത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെരോട്ടിൻസ് ആണ്. കെരോട്ടിൻസ് 5 ടൈപ്പ് ഉണ്ട്. 5 ടൈപ്സ് ഓഫ് കെരോട്ടിൻസ് ആണുള്ളത്. ആൽഫ കെരോട്ടിൻ, ബീറ്റ കെരോട്ടിൻ, സി കെരോട്ടിൻ, ഇ കെരോട്ടിൻ ആൻഡ് ഫ്ലവാസിൻ. ഈ ആൽഫ കെരോട്ടിൻ എവിടെയൊക്കെയാണ് കാണുന്നത്? ക്ലോറോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ, ഈ 3 ക്ലാസ്സിലുമാണ് ആൽഫ കെരോട്ടിൻ കാണുന്നത്. നെക്സ്റ്റ് ബീറ്റ കെരോട്ടിൻ എവിടെയാണ് കാണുന്നത്? ദ ആർ പ്രസന്റ് ഇൻ ഓൾ ആൽഗൽ ഗ്രൂപ്പ്സ് എക്സെപ്റ്റ് ക്രിപ്റ്റോഫൈസി. ക്രിപ്റ്റോഫൈസിയെ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ആൽഗൽ ഗ്രൂപ്പ്സിലും ഈ ബീറ്റ കെരോട്ടിൻ കാണും. ആൻഡ് സി കെരോട്ടിൻ വരുന്നത് ക്ലോറോഫൈസിയയിലാണ്. ഈ കെരോട്ടിൻ ഇൻ ബസീലറോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ ആൻഡ് ഫയോഫൈസിയെ. ഈ കെരോട്ടിൻ 3 ഗ്രൂപ്പിലുണ്ട്: ബസീലറോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ ആൻഡ് ഫയോഫൈസിയെ. ഫ്ലവാസിൻ ഇൻ സയനോഫൈസിയെ. ഫ്ലവാസിൻ കാണുന്നത് എവിടെയാണ്? സയനോഫൈസിയയിൽ. ഇതാണ് കെരോട്ടിൻസിനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ നമ്മുടെ പിഗ്മെന്റ്സിനെ കുറിച്ചുള്ള എന്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു കാര്യം നോക്കാനുള്ളത് ഗ്രീൻ ആൽഗയിലുള്ള ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ചാണ്. ഈ ഗ്രീൻ ആൽഗയിൽ ക്ലോറോപ്ലാസ്റ്റിന് പല പല ഷേപ്പുകളാണ് ഉള്ളത്. അത് ഏതൊക്കെ ഷേപ്പാണെന്ന് നമുക്ക് നോക്കാം. കപ്പ് ഷേപ്ഡ് വരുന്നത് ക്ലമീഡോമോണസിലാണ്. ഡിസ്കോയിഡ് ഷേപ്പ് വരുന്നത് വൗച്ചേറിയ. റിബൺ ഷേപ്ഡ് സ്പൈറോഗൈറ, സ്റ്റെല്ലേറ്റ് സിഗ്നിമ ആൻഡ് ഗീഡിൽ ഷേപ്ഡ് യുലോട്രിക്സ്, റെറ്റിക്കുലേറ്റ് ഈഡഗോണിയം. ഇത്രയും ഷേപ്പിലാണ് നമുക്ക് ഈ ഗ്രീൻ ആൽഗയിൽ ക്ലോറോപ്ലാസ്റ്റിനെ കാണുന്നത്. ഇതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. അതായത് ഇതാണ് ചാപ്റ്ററിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മോർഫോളജി പറഞ്ഞു, അതായത് അതിൻ്റെ താലസ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. അവിടെ തന്നെ നമ്മൾ അതിൻ്റെ 2 ടൈപ്പ് മേജർ ടൈപ്സ് പറഞ്ഞു. യൂണിസെല്ലാർ ഉണ്ട്, മൾട്ടി സെല്ലാർ ഉണ്ടെന്ന് പറഞ്ഞു. മൾട്ടി സെല്ലാറിൽ തന്നെ നമ്മൾ കൊളോണിയൽ ഫോം, ഫിലമെൻ്റസ് ഫോം, പാമലോയിഡ് സ്ട്രക്ചർ, ഡെൻഡ്രോയിഡ്, താലസ്, സൈഫണസ് ഫോം, പാരഗമാറ്റസ് ഫോം, ഇങ്ങനെ കുറച്ച് ഫോംസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അവരുടെ പിഗ്മെന്റ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. പിഗ്മെന്റ്സ് തന്നെ പിഗ്മെന്റ്സിനെ ബേസ് ചെയ്താണ് മെയിൻലി നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓരോ കോമ്പിനേഷനും ഓരോ ക്ലാസ്സിനും ഒരു സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് പിഗ്മെന്റ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള 4 പിഗ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലോറോഫിൽ, ഫൈക്കോബിലിൻ, കെരോട്ടിൻ, സാന്തോഫിൽസിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത്, അത് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് കാണപ്പെടുന്നതെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുന്നു. Thank you.